അടിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പിടിച്ചോ കടന്ന് മേലെ പൊളിച്ച് ഒച്ചയെടുത്ത് കരഞ്ഞ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. ജഗദീഷ് ചേട്ടൻ വന്നിട്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയറാമേട്ടനും ജഗദീഷ് ചേട്ടനും കൂടെ ഗൾഫിൽ വെച്ചിട്ട് പുലിയെ കാണാൻ പോയ കഥ. അത് ശരിക്കും അല്ല, അവരെന്താ പറഞ്ഞതും കൂടി എനിക്കറിയാം. അതില് യഥാർത്ഥത്തിൽ നായകൻ ജഗദീഷ് ചേട്ടനായിരുന്നു. ജഗദീഷ് പറഞ്ഞപ്പോ അതൊന്നും എനിക്ക് കഥ കേൾക്കണേ, ഞാൻ ബാക്കി പറഞ്ഞുതരാം. ആ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടെ പുലിയുടെ മുമ്പ് കാല് വെക്കുന്നു. കാല് വെക്കുന്ന സമയത്ത് പുലി ഇങ്ങനെ കാല് അമർത്തുമ്പോ നഖം അമരുന്നു. അപ്പൊ അതുവരെ ഓക്കെയാണ്. കൂളായിട്ട് അവരോട് പറയണം, ഇത് സംഭവമാണ്, അത് അമർത്തും, അതുകൊണ്ട് ഒന്ന് റെഡിയാക്കണം എന്നാണ് കഥ. ഈ കഥ സത്യം ഇതാണെന്നാണ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞത്. ഇനി ഇതിനകത്ത് സാറല്ല ജഗദീഷ് എന്തെങ്കിലും വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല പറയാതെ. ശരിക്കുള്ള കഥ പറയും. ശരിക്കുള്ളത് ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഷാർജ ടു ഷാർജ എന്നുള്ള പടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു പള്ളിയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് നമാസിൻ്റെ സമയമായതുകൊണ്ട് ആ സമയത്ത് അലവില്ല. അപ്പോൾ ഞങ്ങൾ മാറി നിൽക്കുന്നതാണ്, പ്രയറിൻ്റെ ടൈം ആയതുകൊണ്ട്. ചുമ്മാ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒരു 3 പുലി കിടക്കണോ വീട്ടിൽ. പുലി മീൻസ് ആഫ്രിക്കൻ ചീറ്റയില്ലേ, ദറ്റ്ലാം. അപ്പോൾ ദൈവമേ, ഞാൻ വേഗം എല്ലാവരും വിളിച്ചു, നോക്കുന്നു വിളിച്ചു. അപ്പോഴത്തേക്ക് 3 എണ്ണം അവിടെ കിടപ്പുണ്ട്. അവർ വളർത്തുന്നതാണ്, അവിടെ അലൗഡാണ്, ഒരു ഷേക്ക് ഫാമിലീസിലൊക്കെ വളർത്താൻ അലൗഡാണ്. പിന്നെ ഞാൻ ആ ഒരു ഒന്ന് ചോദിക്കും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. അവസാനം അവർ സമ്മതിച്ചിട്ട് 2 കുട്ടികളും ഒരു അമ്മയാണ്. ആ മദറിനെ മാത്രം അവരകത്തേക്ക് കൊണ്ടുപോയി. അധികം ആൾക്കാർ പാടില്ല. അവൻ അവസാനം പെർമിഷൻ ഞാനും ജഗദീഷും മാത്രം. എനിക്കിങ്ങനെ ഈ അനിമൽസിനെ കാണുന്ന ഭ്രാന്താണ്. അങ്ങനെ ഓടിപ്പോയി ഞാൻ എടുക്കാം ആദ്യം ഞാൻ എടുക്കാം പറഞ്ഞ് പോയിരുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ ഈ ജഗദീഷിന്റെ കാലില് ലെതറിന്റെ ഷൂ ആണ്. അതൊക്കെ എനിത്തിങ് ഒരു അനിമലിന്റെ സ്മെല്ല് അതിന് കിട്ടുമല്ലോ. ഇറ്റ്സ് വൈൽഡ് അനിമൽ. അതിങ്ങനെ കളിക്കുന്ന പോലെ ചേർത്ത് പിടിച്ചു. അതെ എടുക്കൂ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അടിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പിടിച്ചോ കടന്ന് മേലെ പൊളിച്ച് ഒച്ചയെടുത്ത് കരഞ്ഞ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. കഴിഞ്ഞ വഴിക്ക് ഫോൺ നാട്ടിലേക്ക്, രമേ എന്നെ പുലി അടിച്ചു, രമേ ഇഞ്ചക്ഷൻ എടുക്കണം. വൈഫ് ഫോറൻസിക് സർജനാണ്. പുലി ടെറ്റ്നസ് ആണോ രമേ? 2 കാലിന് പല്ലകത്ത് കയറിപ്പോഴത്തേക്ക് ഇത്രയും പറഞ്ഞില്ല. ഇതാണ് നടന്നത്. പെട്ടെന്ന് ഒരാളെ ഭാര്യ വിളിച്ച് പറയാണ്, രമേ എന്നെ പട്ടി അടിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഷൂട്ടിങ്ങിന് ദുബായി പോയാള്, രമേ എന്നെ പുലി അടിച്ചു, ഒരാള് വിശ്വസിക്കുന്നത്. ജയറാമേട്ടന് അനിമൽസിനെ കാണുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ലൊക്കേഷനിൽ നടന്നൊരു സംഭവമുണ്ട്. നമുക്ക് വയനാട് നമ്മുടെ ഒരു ചെറിയൊരു ഫൈറ്റ് ഷൂട്ട് ചെയ്ത് നടക്കുക. ജയറാമേട്ടൻ ഡയറക്ടറിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എത്ര മണിക്ക് കഴിക്കും, എനിക്ക് ഒരു ഇച്ചിരി ലേറ്റ് നൈറ്റ് ആവാൻ സാധ്യതയുണ്ട്, ഒരു 3 മണിക്കൊക്കെ കഴിയുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 3 മണിയായപ്പം പെട്ടെന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ പറഞ്ഞു, ജയറാമേട്ടൻ എന്താ പെട്ടെന്ന് വേണേ? 3-3:30 ആകുമ്പോഴാണ് വയനാട്ടിൽ ആന ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയാണ്.